ഇപ്പോൾ കേരള VCയെ SFI ഉപരോധിക്കുന്നുണ്ട്. സമരം തുടങ്ങി 10ാം ദിവസമാണ് SFIയുടെ പ്രതിഷേധം. ഈ സമരം തുടങ്ങിയ ഇന്നേ വരെ ഈ VC സർവകലാശാലയിലേക്ക് എത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സുലേഖ ശശികുമാർ അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെ? ഇത്തരത്തിൽ സമരം കടുപ്പിക്കുക തന്നെയാണ് SFI ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് സമരം കടുപ്പിക്കുക തന്നെയാണ് SFI ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്താ അനിശ്ചിതകാല സമരം തുടങ്ങി ഇന്ന് 10ാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ VCയെ ഉപരോധിക്കുന്ന തരത്തിലേക്ക് SFI സമരം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം തുടങ്ങി ഇതുവരെയും സർവകലാശാലയിലേക്ക് VC എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പല പ്രാവശ്യം സിൻഡിക്കേറ്റ് യോഗമടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല യോഗങ്ങളും ഇത്തരത്തിൽ ഈ സമരം തുടങ്ങിയ സാഹചര്യത്തിൽ മാറ്റിവെക്കുന്ന സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 10ാം ദിവസം VC സർവകലാശാലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് SFI VCയെ ഉപരോധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമര പരിപാടിയിലേക്ക് കടന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. SFI പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സർവകലാശാല യൂണിയന്റെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വൈകലുണ്ടായിരുന്നു. അത് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അത് അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഇത്തരത്തിൽ SFI പറയുന്ന ഒരു കാര്യം. കാരണം വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളടക്കം മറ്റ് അക്കാദമിക കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ തുടരുന്ന അനിശ്ചിതത്വം അത് അവസാനിപ്പിക്കണമെന്നത് തന്നെയാണ് ഇത്തരത്തിൽ SFIയുടെ പ്രധാന ആവശ്യമായി ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 7 മാസത്തിനടുത്ത് ആകുന്നു SFI സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുത്തിട്ട്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് അപ്പുറത്ത് ഇതുവരെയും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് വലിയൊരു രീതിയിലുള്ള പ്രശ്നമായി, അക്കാദമിക പ്രശ്നമായി തന്നെ SFI അതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു സമരം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ SFI മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ച് സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് SFI മാത്രമാണ് ഇത്തരത്തിൽ ഈ സമര രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തരത്തിൽ 10ാം ദിവസം അനിശ്ചിതകാല സമരം SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ SFI സമരം ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ സമര പരിപാടികളുമായി SFI മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ SFIയുടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരമാണെങ്കിൽ അപ്പുറത്ത് VCയുടെ ചേംബറിൽ വിദ്യാർത്ഥികളെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സമരം, ഇത്തരത്തിലുള്ള VC ഉപരോധിക്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് SFI കടക്കുന്നത്. ശരി, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി സമരം കടുപ്പിക്കുകയാണ് SFI. കേരള VCയെ SFIയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുലേഖ ശശികുമാർ.